കേരള ഹൌസിൽ ബാനറിനെ ചൊല്ലി തർക്കം. റെസിഡന്റ് കമ്മീഷണർക്കെതിരായ ബാനർ സ്ഥാപിക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സ്വാഗതം ചെയ്തുള്ള ഫ്ലെക്സ് മറച്ച് ഇടത് സംഘടനയുടെ ബോർഡ് നീക്കം ചെയ്ത എൻ.ജി. അസോസിയേഷൻ, കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജീവനക്കാർ തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബാനർ എന്തിനുള്ള ബാനർ ആയിരുന്നു? എന്തിനെതിരെയാണ് ബാനർ? അതായത് ഇവിടെ കേരള ഹൗസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് ഈ കേരള ഹൗസിലെ അസിസ്റ്റന്റ് ലൈസൺ ഓഫീസറെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് അസിസ്റ്റന്റ് ലൈസൺ ഓഫീസർ ജയപ്രസാദിനെ സസ്പെൻഡ് ചെയ്ത റെസിഡന്റ് കമ്മീഷണറുടെ നടപടിക്കെതിരെയാണ് ഇവിടുത്തെ ഇടത് സംഘടനകൾ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു ബാനർ സ്ഥാപിച്ചത്. പക്ഷേ ഈ ബാനർ സ്ഥാപിച്ച സമയം എന്ന് പറയുന്നത് കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിൽ കേരള ഹൗസിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ ബാനർ ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനെയാണ് UDF അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല സംഘടനകൾ എൻ.ജി.ഒ അസോസിയേഷൻ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിനുള്ള കാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് മറച്ചു വെച്ചുകൊണ്ടാണ് ബോർഡ് ഉണ്ടായിരുന്നത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഒരു വിമർശനം എന്ന് പറയുന്നത്. തുടർന്ന് അവിടെ നിന്ന് ആ ഫ്ലെക്സ് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് മറ്റൊരിടത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. എന്നാൽ പിന്നീട് റെസിഡൻസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് റെസിഡൻസ് കമ്മീഷണർ എത്തി സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ടുവന്ന് ഈ ബോർഡ് ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത് സംബന്ധിച്ച ഒരു ചെറിയ രീതിയിലുള്ള തർക്കം ഇടത് സംഘടനകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രവർത്തകരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എന്തായാലും അസിസ്റ്റന്റ് റെസിഡൻസ് കമ്മീഷണർ എത്തി ഈ ബോർഡ് കേരള ഹൗസിന്റെ പരിസരത്ത് വെക്കാൻ അനുവദിക്കില്ല എന്ന് റെസിഡൻസ് കമ്മീഷണറുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ എടുത്തുകൊണ്ടുപോയ ആ ഒരു ഫ്ലെക്സ് ഇപ്പോൾ തിരിച്ച് വീണ്ടും കേരള ഹൗസിന് പുറത്ത്, അതായത് ഗേറ്റിന് പുറത്ത് ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള യാതൊരു പരാമർശവുമില്ല. കൃത്യമായി റെസിഡൻസ് കമ്മീഷണറുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ അന്യായമായ സസ്പെൻഷൻ ഉത്തരവ് പിൻവലിക്കുക, ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മുഖ്യമന്ത്രിക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സ്ഥാപിച്ച ബോർഡിനെ ആയിരുന്നു, അതിനെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലെക്സ് വെച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് അനുകൂല സംഘടനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരും പറഞ്ഞത് വ്യക്തിപരമായി ഇത്തരത്തിൽ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതിന് തെറ്റില്ല. കാരണം സംഘടനാ പ്രവർത്തനം എല്ലാ കാലത്തും ഡൽഹിയിൽ ഇടത് സംഘടനകളായാലും വലത് സംഘടനകളായാലും കോൺഗ്രസ് അനുകൂല സംഘടനകളായാലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് ഈ മുഖ്യമന്ത്രി വരുന്ന ദിവസം, മുഖ്യമന്ത്രി ആയതിനു ശേഷം വി.ഡി. സതീശൻ ആദ്യമായി ഡൽഹി കേരള ഹൗസിലെത്തുന്ന ദിവസം ഈ കാണുന്ന വി.ഡി. സതീശന്റെ ഈ ഒരു ഫ്ലെക്സിന് മുൻപിലായി തന്നെ ഇത് സ്ഥാപിക്കരുത് എന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏകദേശം ഈ ഒരു സ്ഥലത്തായിട്ടായിരുന്നു ആദ്യം ഈ ഫ്ലെക്സ് ഉണ്ടായിരുന്നത്. അത് പക്ഷേ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം എത്തുന്ന ദിവസം അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ഫ്ലെക്സിന്റെ മുന്നിൽ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. എന്തായാലും ആ തർക്കത്തിനിടയിലായിരുന്നു ഈ ജീവനക്കാർ തമ്മിലൊരു ചെറിയ രീതിയിൽ, വളരെ മൈന്യൂട്ടായ രീതിയിലുള്ള ഒരു വാക്കുതർക്കം ഉണ്ടായത്. പക്ഷെ അത് സൗഹാർദ്ദപരമായി തന്നെ അവസാനിച്ചു. തുടർന്ന് ഫ്ലെക്സ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയും പിന്നീട് ഇടത് സംഘടനകൾ എത്തി ഈ ഫ്ലെക്സ് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അസിസ്റ്റന്റ് റെസിഡൻസ് കമ്മീഷണർ ഇവിടെ എത്തുകയും റെസിഡൻസ് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധ സൂചകമായ ഫ്ലെക്സുകൾ ഈ കോമ്പൗണ്ടിൽ, കേരള ഹൗസ് കോമ്പൗണ്ടിനുള്ളിൽ സ്ഥാപിക്കരുത് എന്ന് പറയുകയും ചെയ്തത്. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരെത്തി ഇവിടെ നിന്ന് ഫ്ലെക്സ് എടുത്തു കൊണ്ടുപോയി പിന്നീട് ഇടത് സംഘടന തന്നെ അത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് കേരള ഹൗസിന് മുൻപിൽ ആ ഗേറ്റിന് പുറത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു നാടകീയ സംഭവങ്ങൾ ഡൽഹി കേരള ഹൗസിൽ ഉണ്ടായത്. എന്തായാലും വേറെ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. സ്വാഭാവികമായും ഇവരെല്ലാം തമ്മിൽ അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വേറെ പരിഭവങ്ങളൊന്നുമില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശന് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള ബോർഡിനെ മറച്ചൊരു ബാനർ വന്നതാണ് തർക്കത്തിനൊക്കെ കാരണമായത്. ഇപ്പോൾ ആ ബാനർ അവിടെ നിന്ന് എടുത്തു മാറ്റി കേരള ഹൗസിന്റെ ഗേറ്റിന് പുറത്ത് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് വിഷ്ണു പ്രസാദ് വിശദീകരിച്ചത്.